Good afternoon, all. Afternoon, ma'am. Okay. Today strength വളരെ കുറവാണല്ലോ ഓരോരുത്തരെ ഫുഡൊക്കെ കഴിച്ച് ക്ലാസ്സിലൊക്കെ ഇറങ്ങുന്നതല്ലേ. ഓക്കെ, നമുക്ക് ജസ്റ്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ക്രൂഷ്യൽ എക്യുപ്മെന്റ്സുകളാണ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതില് വൺ ഓഫ് ദ മെയിൻ ക്രൂഷ്യൽ ടൂൾ എന്ന് പറയുന്നത് ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന ക്രൂഷ്യൽ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയില്ല. കമന്റ് ചെയ്യാത്ത ആൻസർ. ക്രൂഷ്യൽ ടൂൾ ഏതായിരുന്നു ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ? ലേബർ ടേബിൾ. ടേബിൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാട്ടോ, ലേബർ ടേബിൾ. ഓക്കെ, നെക്സ്റ്റ് അവിടെ ഉപയോഗിക്കുന്ന റേഡിയന്റ് റോമർ, സ്റ്റെറിലൈസേഴ്സ്, ഫോയിറ്റൽ ഡോപ്ലർ, ഫോയിറ്റൽ ടോപ്പോകാർഡിയോഗ്രാഫ്. ഓക്കെ, ക്ലാസിന്റെ എന്തെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടീച്ചർ പിക്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്നെ ഓർമ്മിപ്പിക്കണം ഞാൻ പറഞ്ഞായിരുന്നു, പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ, കുറച്ച് പിക്ചർ എടുത്തിട്ടുണ്ട്, കുറച്ച് ഭാഗം എടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ സേഫ്റ്റി. ലേബർ റൂമിനുള്ള ഒരു സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം മാർഗങ്ങൾ എടുക്കാമെന്ന്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ലേബർ റൂം എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻസ് ഒന്നും വരാൻ പാടില്ല. സോ നമ്മള് മാക്സിമം സുരക്ഷ കൊടുത്തിരിക്കണം. അപ്പോ എന്തെല്ലാം രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയെല്ലാമാണ് നമ്മൾ ഒരു ലേബർ റൂമിൽ സേഫ്റ്റി കൊടുക്കുന്നത് നോക്കാം. സ്റ്റാൻഡേർഡ് സേഫ്റ്റി പ്രൊസീജിയർ മസ്റ്റ് ഫോളോഡ് ബൈ ഓൾ മെഡിക്കൽ സ്റ്റാഫ്. ലേബർ റൂമിന് ഉള്ളിൽ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം എന്ന്. അതായത് എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം? മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ഇടുക, PPE ധരിക്കുക. അപ്പൊ മെഡിക്കൽ ഡോക്ടേഴ്സും നേഴ്സും മറ്റു ടെക്നിക്കൽ സ്റ്റാഫുകളും ലേബർ റൂമിന് ഉള്ളിൽ പെരുമാറുന്ന സ്റ്റാഫുകള് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് പാലിക്കുക. ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. Periodic in-service and training section on infection control to be held. ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇൻഫെക്ഷൻ വരാതിരിക്കാനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങും പീരിയോഡിക് സർവീസുകളും, അതായത് സേവനങ്ങളൊക്കെ കൊടുക്കാണ്. എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ തടയാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിക്ക് സ്റ്റാഫുകൾക്കൊക്കെ ഒരു ട്രെയിനിങ് ക്ലാസ് പോലെ കൊടുക്കുക. The clothing worn should be sanitary and clean. നമ്മള് ലേബർ റൂമിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ധരിക്കുന്ന വസ്ത്രം കൊടുക്കും ഇല്ലേ? ലേബർ റൂമിനുള്ളിലും അതുപോലെ തന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കയറുമ്പോൾ അവിടെ നമുക്ക് വസ്ത്രം തരാറുണ്ട് ഇല്ലേ? തരാറില്ലേ? നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രമായിട്ടാണോ? അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലും ലേബർ റൂമിൽ പ്രവേശിക്കുന്നത്? അല്ല, അവിടുന്ന് നമുക്കൊരു ക്ലോത്തിങ് വോൺ തരും. സോ ഈ ക്ലോത്തിങ് വോണുകള് സാനിറ്റൈസ് ചെയ്തിരിക്കണം, അതോടൊപ്പം തന്നെ ക്ലീൻ ആയിരിക്കണം. PPE has to be accessible. PPE ധരിച്ചിരിക്കണം. PPE in the full form പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. PPE പേഴ്സണൽ. പെട്ടെന്ന് ആൻസർ കമന്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, then training for employees on general and particular practices. എംപ്ലോയീസിനും അവിടുത്തെ തൊഴിലാളികൾക്ക്, ജോലിക്കാർക്ക് എന്ത് വേണം? ട്രെയിനിങ്സുകളൊക്കെ കൊടുക്കുക. എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കേണ്ട രീതികളെ കുറിച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക. Infection patients should be admitted in accordance with the hospital protocols. ഇനി മേ ബി എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ട് മറ്റു അസുഖങ്ങളായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടത് പ്രോട്ടോകോൾസ് അനുസരിച്ച് വേണമെന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് വന്നൊരു ടൈമില് എങ്ങനെയാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? കോവിഡ് വന്നൊരു കാലഘട്ടം അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ആ ഒരു ടൈമില് പേഷ്യന്റിനെ എങ്ങനെയാണ് ഒരുമിച്ച് കോമൺ ആയിട്ടാണോ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെയാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെയും പറയുന്നത് ഇനി മേ ബി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസിനെ ആണെങ്കിൽ നമ്മൾ ആ പ്രോട്ടോകോൾസ് അനുസരിച്ച് വേണം അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണ് കൂടെയുള്ള മറ്റ് പേഷ്യൻസുകൾക്കും കൂടി ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, then all fitting clothing tools and waste need to be treated as contaminated and handled carefully. അതോടൊപ്പം തന്നെ all fitting cloth tools,
അതായത് വേസ്റ്റ് എടുക്കുന്ന വേസ്റ്റ് ട്രീറ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും ഇല്ലേ. അപ്പൊ അവര് ഓൺ ഫിറ്റിംഗ് ക്ലോത്ത് ടൂൾസ്, അതായത് ഫുൾ മീൻസ് എന്താ എപ്രോൺ പോലത്തെ വസ്ത്രങ്ങൾ ധരിക്കുക, ഗ്ലൗസ് ഇടുക, അങ്ങനെ ഓൺ ഫിറ്റിംഗ് ആയിട്ടുള്ള ക്ലോത്ത് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഹാൻഡിൽ ചെയ്യുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വേണം വേസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ. കാരണം അതിൽ നിന്നും അസുഖങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യും, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ വെരി കെയർഫുൾ ആയിട്ട് വേണം അത് കൈകാര്യം ചെയ്യുക. Instruments and other supplies are clean, sterilized and processed. ലേബർ റൂമിലേക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ്, അതായത് സപ്ലൈസ്, മറ്റു വസ്തുക്കൾ, ഇപ്പൊ ലിനനാകാം, അല്ലെങ്കിൽ മറ്റു ടൂൾസുകളും മറ്റും ക്ലീൻ ആയിരിക്കണം, സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. അത് പ്രോസസ്സിന് വേണ്ടി നമ്മൾ ആ ഒരു പ്രൊസീജിയറിന് വേണ്ടി എടുക്കുമ്പോൾ അത് എന്ത് വേണം, ക്ലീൻ ആയിരിക്കണം. എല്ലാ എക്യുപ്മെന്റ്സുകളും സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. Then patients should be provided with sterile robes. Robe എന്ന് വെച്ചാൽ എന്താണ്? റോബ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ നേരത്തെ പോയിട്ടില്ല. അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, റോബ്സ്, അതും സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. Then an evaluation of an employee's health crucial. അതോടൊപ്പം തന്നെ ജീവനക്കാരൻ, അതായത് ലേബർ റൂമിനുള്ളിൽ നിൽക്കുന്ന സ്റ്റാഫുകള്, അവരുടെ ആരോഗ്യത്തെ കുറിച്ചും കൂടി കുറച്ച് വിലയിരുത്തൽ ചെയ്യണമെന്ന്. അതായത് അവർക്ക് PPE ധരിക്കുക, ഗ്ലൗസ് എടുക്കുക, മാസ്ക് വെക്കുക, ക്യാപ്പ് വെക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് വിലയിരുത്തണം. കാരണം ഇൻഫെക്ഷൻസ് അവർക്കും വരാൻ ചാൻസ് ഉണ്ട്. സോ അവരെയും കൂടി ഒന്ന് വിലയിരുത്തുകയാണ്. അവരെ ക്യാപ്പ് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മാസ്ക് ധരിച്ചിട്ടുണ്ടോ, ഗ്ലൗസ് ഇട്ടിട്ടുണ്ടോ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മള് സുരക്ഷ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ പോയിന്റ്സുകള്? ക്ലിയർ ആണോ? ഒരുപാട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഈ വായിച്ച പോയിന്റ്സിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? പഠിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ സെപ്പറേറ്റഡ് ഐസൊലേറ്റഡിലാക്കുക. ഓക്കെ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയാം അല്ലേ? ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓരോ പോയിന്റ്സും മനസ്സിലാക്കി വായിക്കാം കേട്ടോ. ഇനി എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വായിച്ചതിന് ശേഷം ചോദിക്കാം. ഓക്കെ, സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ, അതായത് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്ക് ഒരു ട്രെയിനിങ്ങും സർവീസ് ഒക്കെ കൊടുക്കാറ്. അതായത് നമുക്ക് എങ്ങനെയെല്ലാമാണ് പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആവാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അല്ലെ എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു മീറ്റിംഗോ ട്രെയിനിങ്ങോ പോലെ കൊടുക്കുക. എല്ലാ പോയിന്റ്സും വായിച്ചു നോക്കണേ. ഓരോ പോയിന്റ് മീനിങ് മനസ്സിലാക്കി വായിക്കാം. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് കയറി ഓരോ പോയിന്റ് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അല്ലേ, അപ്പൊ അതങ്ങനെ മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ എക്സാമിന്. ഓപ്ഷൻ കാണുമ്പോൾ തീർച്ചയായിട്ടും ആ ക്ലാസ് കേട്ട ഒരു ഓർമ്മയും എല്ലാം വെച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. റോബ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് കൊടുക്കുന്ന വസ്ത്രമില്ലേ, അതായത് നമ്മള് പറഞ്ഞില്ലേ ഒരു ഗൗൺ പോലത്തെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗൗൺ പോലത്തെ സംഭവം. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുമ്പോഴും ലേബർ റൂമിലേക്ക് ആണെങ്കിൽ റോബ്സ് ഇട്ടിട്ടാണ് പേഷ്യന്റിനെ അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, ഡ്രസ് എന്ന് എഴുതി വെക്കാം കേട്ടോ. റോബ് എന്ന് വെച്ചാൽ ഡ്രസ് ആണ്. പേഷ്യന്റിന് കൊടുക്കുന്ന ഡ്രസ് സ്റ്റെറൈൽ ചെയ്തിരിക്കണം. ഡ്രസ് മനസ്സിലായി നിങ്ങൾക്ക്? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വൺ ടൈം യൂസ് ആയിരിക്കും. ഓക്കെ, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറൊക്കെ ആയിരിക്കും എപ്പോഴും അല്ലെ? കാണോ?
ഓപ്പറേഷൻ ഒക്കെ നമ്മൾ കയറ്റുമ്പോഴേ അങ്ങനത്തെ ഒരു എന്താ പറയാ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ലൈറ്റ് ഗ്രീൻ എപ്പോഴും അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഒക്കെ ആയിരിക്കാം. എങ്കിലും ഡാർക്ക് കളറൊന്നും ഉണ്ടാവില്ല, ട്രാൻസ്പെറന്റ് ആയിരിക്കും അല്ലേ, അത്ര കട്ടിയൊന്നും ആയിരിക്കില്ല. ഫേഷ്യലിന് ഓപ്പൺ ടൈപ്പ് ആയിരിക്കും എപ്പോഴും. ഓക്കെ, ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് എംപ്ലോയീസിന്റെ ഹെൽത്ത്, അതായത് അവിടെ നിൽക്കുന്ന ജീവനക്കാരുണ്ടല്ലോ, സ്റ്റാഫ് ഉണ്ടാവാം, ഡോക്ടർ ഉണ്ടാവാം, നേഴ്സ് ഉണ്ടാവാം, ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവാം, ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ടാവാം. സോ അവരുടെ എല്ലാവരുടെയും ആരോഗ്യത്തെ കൂടി വിലയിരുത്തണം. അതായത് അവർക്കും ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. സോ അവരുടെ ആരോഗ്യത്തെ വിലയിരുത്തുകയാണ്. വിലയിരുത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അവര് പേഴ്സണൽ പ്രൊഡക്റ്റിലേക്ക് ഇവരെ ധരിക്കുന്നുണ്ടോ, ക്യാപ്പ് വയ്ക്കുന്നുണ്ടോ, ഗ്ലൗസ് ധരിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് വിലയിരുത്തുക. ഓക്കെ, സ്റ്റെറൈൽ റോബ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ അല്ലെങ്കിൽ ലേബർ റൂമിൽ പ്രവേശിക്കുമ്പോൾ പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രസ്സാണ് റോബ്സ്. പറഞ്ഞത് കേട്ടില്ല, നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു. ഡ്രസ്സ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ, ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇനി മീൻസ് 2 ദിവസം കഴിഞ്ഞ് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് ഓർമ്മയിട്ടില്ല, അപ്പൊ അപ്പൊ തന്നെ ഒന്ന് എഴുതി വെച്ചേക്കും. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ? ക്ലിയർ ആണോ? നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാമോ? ഓക്കെ ആണല്ലോ? പോയിന്റ്സുകളാണ്, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. ലേബർ റൂമിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഒരു ലേബർ റൂമിന്റെ ഉള്ളിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ, ഇതെല്ലാം ഒരുപാട് പോയിന്റ്സുകളാണ് കേട്ടോ, ഒരു മനസ്സിലാക്കി പഠിക്കാവുന്ന പോയിന്റ്സുകളാണ്. ഓക്കെ, അപ്പൊ ലേബർ റൂമിന്റെ ഉള്ളിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ, പ്രിക്കോഷൻസ് ആണ്. ഹാൻഡ് വാഷ് അല്ലെ, എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെ, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, അതായത് PPE ധരിക്കുക. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഡിഫറെന്റ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അത് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. സോ ചെറിയ രീതിയിൽ മാത്രം പറയുന്നുള്ളൂ കേട്ടോ, കാരണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ ആണെങ്കിയത്. സോ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നുള്ള മാലിന്യങ്ങൾ, വേസ്റ്റുകളാണ്. സോ ഇത് നിക്ഷേപിക്കുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അല്ലാത്തതും, ഷാർപ്പ് വേസ്റ്റുകള്, അങ്ങനെ ലിക്വിഡ് വേസ്റ്റുകള്, ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെന്റ് കളർ കോഡുള്ള കളർ കോഡുള്ള വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കുന്നത്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കളർ കോഡും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ബ്ലാക്ക് യെല്ലോ ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെ കളർ കോഡുകളാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാം. ഇതെല്ലാം ഇത്രയും മനസ്സിലാക്കുക. പ്രോപ്പർ ആയിട്ട് തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് കൈകാര്യം ചെയ്യുക. പ്രോപ്പർ ഹാൻഡിലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്ട്സ്. ലേബർ റൂമിൽ ഷാർപ്പ് ഒബ്ജക്ട്, ഇപ്പൊ സിസേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യാതെ അപകടങ്ങൾക്ക് ഒഴിവാക്കുക. ദെൻ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ടിങ് ഐറ്റംസ് യൂസ്ഡ് അല്ലെ, അതായത് എന്താണ്? സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ടിങ് ഓഫ് ഐറ്റംസ് യൂസ്ഡ്. ഓരോ നമ്മൾ എക്യുപ്മെന്റ്സുകൾ ഉപയോഗശേഷം അതിനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുക, അണുവിമുക്തമാക്കി എടുക്കുക. ഓക്കെ, ഉപയോഗശേഷം അതിനപ്പുറത്തെ സിസേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഉപയോഗശേഷം എന്ത് ചെയ്യുക? സ്റ്റെറിലൈസ് ചെയ്യണം, അണുവിമുക്തമാക്കാം. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്. പ്രോസസിംഗ് ഓഫ് യൂസ്ഡ് എക്യുപ്മെന്റ്, ഉപയോഗിച്ച ഉപകരണങ്ങളൊക്കെ ഒന്നും കൂടി പ്രോസസ് ചെയ്തിട്ട് എടുക്കാന്ന്. അതായത് ഇതുപോലെ തന്നെ സ്റ്റെറിലൈസ് ഒക്കെ ചെയ്യുക, അല്ലെങ്കിൽ നീറ്റ് ആക്കിയിട്ട് വേണം നെക്സ്റ്റ് പേഷ്യൻസിന് നമുക്കത് ഉപയോഗിക്കാം. സസ്റ്റെയിനിങ് എ ക്ലീൻ ആൻഡ് അസെപ്റ്റിക് എൻവയോൺമെന്റ്. എന്താ അസെപ്റ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്? അസെപ്റ്റിക്, സെപ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? സെപ്റ്റിക് ആകാൻ പറയാറുണ്ട്. സെപ്റ്റിക് കേട്ടിട്ടുണ്ടോ? സെപ്റ്റിക് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആകാം. അപ്പൊ അസെപ്റ്റിക് എന്ന് വെച്ചാൽ എന്തായിരിക്കും മീനിങ്? ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത, നോൺ ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിർത്തുകയാണ്. അതായത് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊന്നും വരാതെ വളരെ ക്ലീൻ ആയിട്ടുള്ള, നീറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് ഉദ്ദേശിക്കുന്നത് ലേബർ റൂമില് നല്ലൊരു അസെപ്റ്റിക് ആക്കുക, നോൺ ഇൻഫെക്ഷൻ ആക്കി മാറ്റുക. ഓക്കെ,
ഇത്രയുമാണ് ഒരു ലേബർ റൂമിന്റെ ഉള്ളിൽ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ. എന്തിനു വേണ്ടിയാണ് മുൻകരുതലുകൾ എടുക്കുന്നത്? ഇൻഫെക്ഷൻസ് വരാതെ മറ്റ് അസുഖങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. പോയിന്റ്സുകളാണ്. പോയിന്റ് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല, മാക്സിമം ഷോർട്ട് ആയിട്ട് വന്നിരിക്കുന്ന പോയിന്റ്സുകളാണ്. വായിച്ചു നോക്കാം. ഷാർപ്പ് ഒബ്ജക്ട്സുകൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാണ്. സിസേഴ്സും മറ്റു എക്യുപ്മെന്റ്സും ഒക്കെ എടുക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം. ഓക്കെ, നിങ്ങൾ നമ്മുടെ കുറച്ച് നാൾക്ക് മുൻപ് വരെയൊക്കെ ഒരു കേസ് ഒക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ ഡെലിവറി സമയത്ത് സിസർ ഉള്ളിലായി പോകുന്നതും അങ്ങനെയുള്ള കേസുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ന്യൂസിലൊക്കെ അവരതിന്റെ പിന്നിൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ അത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഇല്ലേ? പ്രോപ്പർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്തില്ല, അതുകൊണ്ടാണത്. സോ ഷാർപ്പ് ഒബ്ജക്ട്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക. അതൊക്കെ ആയിട്ട് അതെനിക്ക് അറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണെന്ന് തോന്നുന്നു ലേബർ റൂമിലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് പേഷ്യന്റിന്റെ സിസേഴ്സ് അതിന്റെ ഉള്ളിലായിപ്പോയി. സിസർ ഓക്കെ, കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ് കേട്ടോ. അപ്പൊ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. എപ്പോഴും അതിന്റെ കേസ് ഇപ്പോഴും മേബി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരാൾക്കറിയാം, ഒരാൾക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഓക്കെ, വേറെ ആരും കേട്ടിട്ടില്ല? ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. പിന്നെ അതിനെതിരെ ഹോസ്പിറ്റലിനെതിരെ കേസൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് ഒരു ഹാൻഡിൽ ചെയ്തില്ല. കാരണം ഒബ്ജക്ട്സുകൾ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ആ ഒരു സെക്ഷനാണ് ഈ ലേബർ റൂം അല്ലെങ്കിൽ ഡെലിവറി എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അത്രയും പ്രിക്കോഷൻസ് അവരെ എടുത്തിരിക്കണം സ്റ്റാഫുകൾ. ഓക്കെ, ഓക്കെ, കംപ്ലീറ്റ് ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്, ക്ലീൻ ചെയ്യുന്നതും അണുവിമുക്തമാക്കലും. Some of the general rules for cleaning are, ക്ലീനിങ് സെക്ഷനിൽ നമ്മൾ എടുക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ്? Any equipment brought into the labor room from outside must be wiped and cleaned. ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് ഔട്ട്സൈഡിൽ നിന്നും കൊണ്ടുവരുന്ന, പുറമേ നിന്നും കൊണ്ടുവരുന്ന എക്യുപ്മെന്റ്സുകൾ എന്ത് വേണം? ക്ലീൻ ആയിരിക്കണം. ദെൻ ക്ലീൻ ചെയ്തിട്ട് മീൻസ് തുടച്ച് വൃത്തിയാക്കിയ എക്യുപ്മെന്റ്സ് മാത്രമേ പുറത്തു നിന്നും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ. Have a adequate cleaning sequence, ഒരു ശുചീകരണ ക്രമം ഉണ്ടായിരിക്കണം എന്ന്. അതായത് കറക്റ്റ് ഓരോ ദിവസം ഇത്ര ടൈമിൽ നമ്മൾ വൃത്തിയാക്കിയിരിക്കണം, ഒരു സീക്വൻസ് ഉണ്ടായിരിക്കണം. Damaged equipment should be repaired or replaced. ഇനി ലേബർ റൂമിന്റെ ഉള്ളിലുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും അത് ഒന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്യാം. റിപ്പയർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് റിപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു എക്യുപ്മെന്റ്സ് കൊണ്ടുവയ്ക്കുക. Items stained with blood, body fluids എന്നാണ് കേട്ടോ. ഫൈൽസ് എന്നാണ് കിടക്കുന്നത്, ഫിൻസ് എന്നാണോ ടെക്സ്റ്റില്? ശ്രദ്ധിച്ചു നോക്കിയേ, ബോഡി ഫിൻസ് എന്നാണോ ഫ്ലൂയിഡ് എന്നാക്കാം കേട്ടോ. ബോഡി ഫ്ലൂയിഡ്സ്, ഫ്ലൂയിഡ്സ് തിരുത്താം കേട്ടോ. ഞാൻ കറക്റ്റ് ചെയ്യാൻ ഫസ്റ്റ് എനിക്ക് കുറച്ച് കറപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞത് പറയുമ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് പോകാം കേട്ടോ. കറക്റ്റ് ചെയ്തു എല്ലാവരും? ഓക്കെ, ഒരു പ്രാവശ്യം കൂടി ആ പോയിന്റ് വായിക്കാം കേട്ടോ. ശ്രദ്ധിക്കുക, കറക്റ്റ് ചെയ്യാനുള്ളവർ ഒന്ന് കറക്റ്റ് ചെയ്യാം. Items stained with blood, body fluids.
ഫിൻസ് എന്നാണ് കിടക്കുന്നത്, ഫ്ലൂയിഡ്സ് എന്നാക്കാം. ഷുഡ് ബി ഇഗ്നോർഡ് ഇൻസ്റ്റന്റ്ലി. അതായത് ഇപ്പോ എക്യുപ്മെന്റ്സില് ബ്ലഡ് അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ ഉപയോഗിക്കാൻ പാടില്ല, മറിച്ച് അത് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തതിനു ശേഷം മാത്രമേ വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ. Always use approved mopping techniques. മോപ്പിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ലേബർ റൂം ക്ലീൻ ചെയ്യാൻ. മോപ്പിംഗ് ഒക്കെ പുതിയ തരത്തിലുള്ള മോപ്പിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ലേബർ റൂം ക്ലീൻ ചെയ്യുക. Examine area for seepage or any other issue and report instantly. ഇനി ഏതെങ്കിലും എക്സാമിനേഷൻ ഏരിയ, അതായത് പരിശോധന ഏരിയയില് സീപ്പേജ് എന്തെങ്കിലും ചോർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് അതിന് പരിഹാരം കാണുക. ഇപ്പോൾ ലീക്കേജുകളോ ചോർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അപ്പോൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റർക്ക് റിപ്പോർട്ട് ചെയ്യുക, then അത് റീപ്ലേസ് ചെയ്യുക. Clean the labor table after every delivery. ഓരോ ഡെലിവറിക്ക് ശേഷവും ലേബർ ടേബിൾ ക്ലീൻ ചെയ്യുക. എന്നിട്ട് വേണം നെക്സ്റ്റ് പേഷ്യന്റിനെ നമ്മൾ അതിൽ കിടക്കുവാൻ. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ റിക്വയർഡ് ടു ബി ഫോളോഡ്. സ്റ്റെറിലൈസേഷനും അതുപോലെ തന്നെ അണുവിമുക്തമാക്കൽ ഇത് തന്നെയാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പാലിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഒരു നടപടികൾ ഉണ്ടായിരിക്കണം. അതായത് ഒരു കൃത്യമായിട്ടുള്ള ഇന്ന ദിവസം അത് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കൊരു ആ ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രൊസീജിയർ തന്നെ പാലിക്കുക. അത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് വായിക്കാം. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിക്കാം, റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഒരു ലാസ്റ്റ് കൺക്ലൂഷൻ ഒന്നുകൂടി വായിച്ചോട്ടെ, ഇത് റിപ്പീറ്റ് ചെയ്യാം. The labor room and connecting passage should be cleaned at least twice a day. ദിവസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ലേബർ റൂമും അതിന്റെ കണക്ടിംഗ് പാസേജ്, ലേബർ റൂമിന്റെ കണക്ട് ചെയ്തിരിക്കുന്ന പാസേജസുകളും ദിവസത്തിൽ 2 തവണ ക്ലീൻ ചെയ്യണം. Soiled area and cleaning of spillage should be done at earliest time possible. അതുപോലെ തന്നെ മലിനമായിട്ടുള്ള ഏരിയകളും ഇപ്പൊ ചോർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അത് എന്ത് ചെയ്യുക, പരിഹരിക്കുക. A detailed wash down of the labor room must be done at least twice a month. ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് ദിവസത്തിൽ 2 പ്രാവശ്യം ലേബർ റൂം ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ മാസത്തിൽ 2 പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാറ്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ വീട്ടിൽ നിങ്ങൾ തന്നെ ഇപ്പൊ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വീട് തൂത്തുവാരൊക്കെ ചെയ്യും അല്ലേ. പക്ഷെ ചിലപ്പോ ഒരു സൺഡേ ആയിരിക്കാം, നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യും. ടോട്ടൽ എല്ലാ റൂമുകളും എല്ലാ പൊടികളും എല്ലാം തട്ടി സാധനങ്ങളൊക്കെ ഒന്ന് വെയിലത്തൊക്കെ വെച്ച് അല്ലെ ഡീപ്പ് ആയിട്ടുള്ളത് ക്ലീൻ ചെയ്യാറില്ലേ? അതിന് ചെയ്യാറില്ല. നമ്മൾ വീട്ടിൽ ചെയ്യില്ലേ? ഒരു ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ചിലപ്പോൾ വർക്ക് ചെയ്യണതൊക്കെ ആണെങ്കിൽ സൺഡേ ഒക്കെ ആയിരിക്കും എപ്പോഴും. അങ്ങനെയല്ല, മാസത്തിൽ 1 പ്രാവശ്യം നമ്മൾ ഡീപ് ക്ലീൻ ചെയ്യും. ഡെയിലി നമ്മൾ വീട് തൂത്തുവാരൊക്കെ മടക്കുകയും തുടക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. പക്ഷെ ഒരു ദിവസം നമ്മൾ ഡീപ്പായിട്ട് ചെയ്യും. എല്ലാ കാര്യങ്ങളും ഒന്ന് ക്ലീൻ ചെയ്യുക, ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും അല്ലേ. അപ്പൊ അതുപോലെയാണ് ഇവിടെ പറയുന്നത്, ഡെയിലി 2 പ്രാവശ്യം ക്ലീൻ ചെയ്യണം. അതുപോലെ മാസത്തിൽ 2 പ്രാവശ്യം ഡീപ്പായിട്ട് അടിച്ചു കുറച്ച് കഴുകാനൊക്കെ നമ്മൾ പറയാം അല്ലെ. അപ്പൊ അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലീനിങ് മാസത്തിൽ 2 പ്രാവശ്യം ചെയ്തിരിക്കണം. ഓക്കെ, പോയിന്റ്സുകൾ നോക്കുക, ഒന്നുകൂടി പറയാം കേട്ടോ. പോയിന്റ്സുകൾ ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ലേബർ റൂമിന്റെ അകത്തേക്ക് നമ്മൾ ഔട്ട്സൈഡിൽ നിന്നും പുറമേ നിന്നും എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവരുമ്പോൾ അത് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് മാത്രമേ എക്യുപ്മെന്റിന് നമ്മൾ ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ആഡക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്, അതായത് ഒരു ശുചിത്വ ക്രമീകരണം ഉണ്ടായിരിക്കണമെന്ന്. അതായത് ഇതുപോലെ ഇപ്പോൾ ദിവസത്തിൽ 2 പ്രാവശ്യം അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടായിരിക്കുക. ഡാമേജ് എക്യുപ്മെന്റ് ഷുഡ് ബി, ഇനി ആ എക്യുപ്മെന്റ് ലേബർ റൂമിന്റെ ഉള്ളിലുള്ള എക്യുപ്മെന്റ് ചിലപ്പോൾ കുറെ നാളത്തെ പഴയതായിട്ട് തുരുമ്പിച്ചൊക്കെ ഇരിക്കണില്ലേ. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, റിപ്പയർ ചെയ്യുക. ഇനി റിപ്പയർ ചെയ്യാൻ പറ്റാത്തത്, ഒട്ടും തീരെ മോശമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ റിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പുതിയ എക്യുപ്മെന്റ്സ് കൊണ്ട് വെക്കുക. സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ഇപ്പോ എക്യുപ്മെന്റിലൊക്കെ വല്ല ബോഡി ബ്ലഡ് ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്പൊ തന്നെ വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അത് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കുക. ദെൻ മോപ്പിംഗ് ടെക്നിക്സുകൾ ഉപയോഗിക്കുക, അതായത് ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മോപ്പൊക്കെ യൂസ് ചെയ്യുക. ദെൻ എക്സാമിൻ ഏരിയ, അതായത് പേഷ്യന്റിന് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്ന ഏരിയയിൽ എന്തെങ്കിലും സീപ്പേജ് ചോർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക. അതിലൂടെ എന്ത് ചെയ്യുക, പരിഹാരം കാണുക.
Then ലേബർ ടേബിൾ ഓരോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും ലേബർ ടേബിൾ ക്ലീൻ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പേഷ്യന്റ് അതിലേക്ക് കിടക്കുക. Then ഡിസിൻഫെക്ഷൻ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട്, അതായത് അണുവിമുക്തമാക്കൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഉപയോഗിക്കുകയാണ്. അതായത് ഇതുപോലെ ടെക്നിക്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഡെയിലി 2 ദിവസം അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുക. ഓക്കെ, ഇത്രയുമാണ് പോയിന്റ്സ് പറയുന്നത്. ക്ലിയർ ആണോ? ഞാൻ പോയിന്റ്സ് പറഞ്ഞു നിങ്ങളിപ്പോ പകുതി പോയിന്റ്സ് പഠിച്ചിട്ടുണ്ടാകും ഇല്ലേ? പകുതി പോയിന്റ്സ് പഠിച്ചില്ലേ? റിപ്പീറ്റ് ചെയ്ത് ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ, മനസ്സിലാക്കി വായിക്കുക. എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വായിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ തന്നിരിക്കും. ഓക്കെ, ചില ക്ലാസ്സുകൾക്ക് അങ്ങനെയില്ലേ, നിങ്ങൾ കോളേജിലും മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എക്സാമിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ ക്ലാസ് കേട്ട ഓർമ്മ നമുക്ക് മതി എഴുതാനായിട്ട്, അറ്റൻഡ് ചെയ്യാൻ. നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ. ദെൻ എന്തായാലും നിങ്ങൾക്ക് ഷുവർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ക്ലാസ് നന്നായിട്ട് കേൾക്കുക, മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, വലിയ മെഡിക്കൽ ടേമുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ചാപ്റ്ററിൽ. ഇല്ലേ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, അറിയില്ലാത്തവരാണെങ്കിൽ പോലും മാക്സിമം സിമ്പിൾ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിലും സിമ്പിൾ ആക്കി തരാൻ പറ്റില്ല അല്ലേ? ഓക്കെ, കണ്ടിന്യൂ വായിച്ചോട്ടോ. സ്പില്ലേജ് എന്ന് പറഞ്ഞാൽ ചോർച്ചയൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ എന്തെങ്കിലും വെള്ളം പോകാനൊക്കെ ലീക്കേജുകളോ അങ്ങനെയുള്ള കാര്യങ്ങള്. അറിയില്ലാത്ത വേർഡുകൾ മലയാളത്തിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ക്ലീനിങ് സീക്വൻസ് കൊണ്ടുവരാവുന്ന, അതായത് കൃത്യമായിട്ടുള്ള ഒരു ശുചീകരണ ക്രമീകരണം കൊണ്ടുവരിക. ഫോർത്ത് പോയിന്റ് എന്താണ് പറഞ്ഞത്? ഇപ്പൊ ബ്ലഡ് അല്ലെങ്കിൽ സ്പില്ലേജ് എന്ന് വെച്ചാൽ ചോർച്ച, അതായത് വേസ്റ്റ് മീൻസ് ഇപ്പൊ വെള്ളമൊക്കെ ചോർച്ചയൊക്കെ ഉണ്ടാവില്ല, ബ്ലോക്ക് ആവുകയോ അങ്ങനെയുള്ള കേസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ എന്ത് ചെയ്യുക? ഉടനെ വിവരം അറിയിക്കുക, അതിന്റെ കാര്യങ്ങൾ ചെയ്യുക, അത് അപ്പൊ തന്നെ എന്ത് ചെയ്യുക? പരിഹരിക്കുക. വായിച്ചു നോക്കാം കേട്ടോ, ഓരോ പോയിന്റ് വായിച്ച് ക്ലിയർ ആക്കാം.
Okay, then next point നോക്കാം കേട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ ആണോ എല്ലാ പോയിന്റ്സുകളും? ക്ലിയർ ആണോ? ഓക്കെ, then next നോക്കാം ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, വീണ്ടും ഇൻഫെക്ഷനെ കുറിച്ചൊക്കെയുള്ള പോയിന്റ്സുകൾ തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. Infection control refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in healthcare facilities. Underline our sentence. Infection control refers to the policies and procedures used to reduce the risk caused owing to infection spread. Underline ചെയ്യാം. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അണുബാധനെ നിയന്ത്രിക്കുക. അപ്പോ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? അതായത് അണുബാധ മീൻസ് ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകും, അസുഖങ്ങളൊക്കെ വരാം അല്ലേ? സോ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന റിസ്കുകളാണ് അല്ലെ, അപകട സാധ്യതകൾ, റിസ്കുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് റൂൾസും പ്രൊസീജിയേഴ്സിനെയാണ് നമ്മള് ഇൻഫെക്ഷൻ കൺട്രോൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് റിസ്ക് കുറയ്ക്കാണ്. അതായത് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അസുഖങ്ങൾ വരാം അല്ലെ, ഡിസീസസ് സ്പ്രെഡ് ആകും ഇൻഫെക്ഷൻ മൂലം. സോ ഈ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കുറച്ച് പ്രൊസീജിയേഴ്സും പോളിസീസ് ഒക്കെയാണ് അണുബാധ നിയന്ത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഷുഡ് ബി ഫോളോഡ് ഫോർ ക്ലീനിങ് ദ ലേബർ റൂം. ലേബർ റൂം ക്ലീൻ ചെയ്യുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളും പാലിക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോപ്പിംഗ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിക്കുക, ദിവസത്തിൽ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യുക. Poor infection control practices in labor and delivery room place the patient, infant as well as the healthcare staff at risk. ഇനി ഭയങ്കര പൂർ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ആണ് ലേബർ റൂമിൽ വന്നിരിക്കുന്നതെങ്കിൽ, അതായത് നല്ല രീതിയിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എങ്കിൽ അത് പേഷ്യൻസിനും ഇൻഫന്റിനും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സ്റ്റാഫിനും റിസ്ക് ആണെന്ന്. അവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ പകരാൻ ചാൻസ് ഉണ്ട് പൂർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ആണെങ്കിൽ അല്ലെ. കുഞ്ഞിനും അമ്മയ്ക്കും അതുപോലെ തന്നെ എന്താണ് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കും റിസ്ക് സാധ്യമാണ്, റിസ്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന്, അതായത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് അസുഖങ്ങൾ. ഓക്കെ, ദെൻ നമുക്ക് ഇനി എങ്ങനെയാണ് സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, staff collecting waste should wear utility gloves and closed shoes. അതായത് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ, സ്റ്റാഫ്, സോ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകള് എന്താണ് യൂട്ടിലിറ്റി ഗ്ലൗസും ധരിച്ചിരിക്കണം, ക്ലോസ്ഡ് ഷൂസ്, സെപ്പറേറ്റ് ഡ്രസ്സ് ധരിച്ചിരിക്കുക. വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ ഡ്രസ്സ് ധരിക്കുക. ഇപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെ ഹരിതസേനയുടെ ചേച്ചിമാരൊക്കെ വരാറുണ്ട് ഇല്ലേ, വേസ്റ്റ് എടുക്കാൻ വരാറില്ലേ? അപ്പൊ അവര് നോർമൽ അവരുടെ ഡ്രസ്സിലാണ് വരുന്നത്. ഒരു ഗ്രീൻ കളറിലെ കോട്ട് ഉണ്ടാവും, അത്യാവശ്യം കട്ടിയുള്ള കോട്ടും അതുപോലെ തന്നെ എന്താണ് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടല്ലേ അവര് വരുന്നത്. ആണോ? വരാറുണ്ടോ? പ്ലാസ്റ്റിക് എടുക്കാൻ വരില്ലേ നമ്മുടെ വീടുകളിൽ അല്ലേ? അപ്പൊ അവര് വേസ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? കോട്ട് ഇട്ടിട്ടുണ്ടാവും അല്ലെ, ഒരു ഗ്രീൻ കളറുള്ള അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കോട്ടും അതുപോലെ തന്നെ ഗ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് അവർ വരുന്നത്. സോ എന്തിനു വേണ്ടിയിട്ടാണത്? ഈ വേസ്റ്റുകളിൽ നിന്നും ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനൊക്കെ അവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവർ ഗ്ലൗസും കോട്ടൊക്കെ ധരിക്കുന്നത്. ഇവിടെയും പറയുന്നത് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകള് ദെൻ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂസും, അതായത് എല്ലാ ജില്ലയിലും ഒരേ ഡ്രസ്സാണോ എന്ന് അതെനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ നമ്മുടെ എറണാകുളം ജില്ലയില് എന്റെ നാട്ടില് ഞാൻ കണ്ടിരിക്കുന്നത് ഗ്രീൻ കളറില് ഹരിതസേനയിലേ, അപ്പൊ ഗ്രീൻ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നത്. അങ്ങനെയാണോ? ഇനി വേറെ എവിടെയെങ്കിലും വേറെ കളറുണ്ടോ? മലപ്പുറത്ത് അത് തന്നെയാണ്. ഓക്കെ, നമുക്ക് എറണാകുളം അത് തന്നെയാണ് കേട്ടോ, ഗ്രീൻ കളറാണ് കണ്ടിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ജില്ലയിലോ എല്ലാവരും ഗ്രീൻ തന്നെയാണോ? ഓക്കെ, അപ്പൊ ഗ്രീൻ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ചോദിച്ചാൽ അവിടെ പറയാം ഹരിതസേനയിലെ, അപ്പൊ അതുകൊണ്ടായിരിക്കും ഗ്രീൻ കളർ എടുത്തിരിക്കുന്നത്. ഓക്കെ, കണ്ണൂർ കുറച്ച് എല്ലാ ജില്ലക്കാരും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രീൻ തന്നെ ആയിരിക്കാം മേ ബി. എന്റെ ആണെങ്കിലും ഞാൻ കണ്ടിരിക്കുന്നത് ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഗ്ലൗസും ദെൻ ഷൂസ് ഒക്കെ ധരിച്ചിരിക്കുക. Then second point, waste to be gathered in leak-proof container. Waste gathered എന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക. ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം കളക്ട് ചെയ്യാൻ. അതായത് ചോർച്ചൊന്നും വരില്ല, കീറിയ കണ്ടെയ്നറുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ലീക്കൊന്നും ഇല്ലാത്ത കണ്ടെയ്നറിൽ വേണം നമ്മള് വേസ്റ്റുകൾ കളക്ട് ചെയ്യുവാൻ. Waste should be clear for disposal when 3 to 4 full.
അതായത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതൊരു 3/4 ഭാഗമാകുമ്പോഴേക്കും അതൊരു നമ്മൾ ഡിസ്പോസൽ ചെയ്തിട്ട് വെക്കുകയാണ് അല്ലേ. നമ്മള് പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വേസ്റ്റ് ബാസ്ക്കറ്റ്, വേസ്റ്റ് ബിൻ നിറഞ്ഞ് കവിഞ്ഞ് ബാക്കി വേസ്റ്റ് ഒക്കെ പുറത്തെടുക്കുന്നുണ്ടാവും, സൈഡിൽ ചുറ്റും ഉണ്ടാകും ഇല്ലേ. നമുക്ക് പൊതുസ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആരും കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ. വേസ്റ്റ് ബിൻ നിറഞ്ഞു കളഞ്ഞിട്ടുണ്ടാകും, ബാക്കി വരുന്ന വേസ്റ്റ് ഒക്കെ വേസ്റ്റ് ബിന്നിന്റെ ചുറ്റും ഉണ്ടാകും ഇല്ലേ. ഇവിടെ പറയുന്നത് വേസ്റ്റ് ബിൻ ഒരു 3/4 ഭാഗം നിറയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട, 3/4 ഭാഗമാകുമ്പോൾ എന്ത് ചെയ്യാത് അത് ഡിസ്പോസ് ചെയ്തിട്ട് പുതിയ വേസ്റ്റ് ബിൻ വെക്കാം. Then waste should be separated into infectious and non-infectious waste. വേസ്റ്റുകൾ എടുക്കുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഇൻഫെക്ഷൻസ് ഉള്ള വേസ്റ്റുകൾ, അതായത് ഇപ്പോ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നിറഞ്ഞിട്ടുള്ള വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ബാക്കി വരുന്ന കോട്ടനും അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് അല്ലാത്ത വേസ്റ്റുകളും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടലി സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. Then disinfect with bleaching mixture followed by washing and autoclave. ഇനി അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലീച്ചിങ് മിക്സർ ഒക്കെ ഉപയോഗിക്കാണ്. അതുപോലെ തന്നെ ഓട്ടോക്ലേവ് ചെയ്യുക. ഓക്കെ, വാഷിംഗ് നമ്മൾ അലക്കുമ്പോൾ ഓട്ടോക്ലേവ് ചെയ്യുമ്പോൾ അതിൽ ബ്ലീച്ചിങ് മിക്സർ ഉപയോഗിക്കാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ മീൻസ് നമ്മൾ കിണറ്റിലൊക്കെ കിണറ്റിന്റെ കരയിലും അതുപോലെ തന്നെ കിണറിലൊക്കെ വെള്ളം ഉണ്ടാവാൻ വേണ്ടി ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇടാറുണ്ട്. കാരണം ആരെങ്കിലും പായലും ഇതൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇടും. അത് ഒരു ഡിസിൻഫെക്റ്റിംഗ് ആണത്. ഓക്കെ, then last one, biomedical waste management started procedure must be followed. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യാം. അതായത് കാർബോർഡുള്ള കണ്ടെയ്നറിൽ ഷാർപ്പ് വേസ്റ്റുകൾ അതിന്റെ കണ്ടെയ്നറിൽ സൂക്ഷിക്കുക, ലിക്വിഡ് ആയിട്ടുള്ള ലിക്വിഡ് വേസ്റ്റുകൾ ഇടുക ബിന്നില്, അതായത് വേസ്റ്റ് ബിൻ കളർ കോഡ് നമ്മൾ പറഞ്ഞല്ലോ, ആ കളർ കോഡുകളിൽ നിക്ഷേപിക്കും. ഓക്കെ, ഇത്രയുള്ള പോയിന്റ്സുകൾ ഓൾറെഡി നമ്മളെല്ലാം ഏകദേശം കണക്റ്റഡ് ആണ് അല്ലേ. നമ്മൾ മുൻപേ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെയല്ലേ വീണ്ടും വീണ്ടും കുറെ റിപ്പീറ്റ് എടുക്കുന്നത് ആണോ? അങ്ങനെ തോന്നിയ വായിച്ചപ്പോ അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ പറയുന്നത്, അതായത് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ? എളുപ്പമാണോ? ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ ക്ലാസ്? ഓക്കെ ആണോ? മാക്സിമം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ ഡൗട്ട് ചോദിക്കുക. ഓക്കെ, കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണ്? ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പോയിന്റ്സുകളാണ് വായിച്ച് മനസ്സിലാക്കുക പോയിന്റ്സുകള്. ഫസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞത്, വേസ്റ്റ് ബാസ്ക്കറ്റ് നിറഞ്ഞു കവിയുന്നതിന് മുൻപ് ഒരു 3/4 ഭാഗമാകുമ്പോഴേക്കും അത് മാറ്റിയിട്ട് വെക്കുക. അല്ലാതെ നിറഞ്ഞു കവിഞ്ഞ് ബാക്കി പുറത്തോട്ട് പോകില്ലേ. അപ്പോ നിറയുന്നതിന് മുൻപായിട്ട് ഏകദേശം ഒരു 3/4 പോർഷൻ ആകുമ്പോഴേക്കും അത് ചേഞ്ച് ആക്കുക. ലാസ്റ്റ് വൺ ബയോമെഡിക്കൽ മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞില്ലേ, അതാണ് കളർ കോഡുകളിൽ വേസ്റ്റ് നിക്ഷേപിക്കുക.
കംപ്ലീറ്റ് ചെയ്തോ? Then next one നോക്കാം, ന്യൂ ബോൺ കെയർ. ഓക്കെ, അപ്പൊ നമ്മള് ലേബർ റൂമിലെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇനി നെക്സ്റ്റ് അടുത്തൊരു സെക്ഷൻ ആണ് ന്യൂ ബോൺ കെയർ അല്ലേ? ന്യൂ ബോൺ ബേബിക്ക് കെയർ കൊടുക്കുന്നത് എങ്ങനെയാണ് ലേബർ റൂമില്? Necessary care at birth of a newborn is compulsory for all labor rooms and obstetrics. OTs, OT എന്ന് പറഞ്ഞാൽ അറിയാലോ, operation theatre of the delivery point. അപ്പോ നെസസറി കെയർ, അത്യാവശ്യമുള്ള എല്ലാ പരിചരണവും ന്യൂബോൺ ബേബിക്ക് കൊടുക്കുക എന്നുള്ളത് കമ്പൽസറി ആണെന്ന് ലേബർ റൂമിലും അതുപോലെ തന്നെ ഗൈനക് വിഭാഗത്തിലും ന്യൂബോൺ ബേബിക്ക് കെയർ കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുമുള്ള കാര്യമാണ്. Well qualified pediatricians, staff nurses and support staff are needed. ഒരു ലേബർ റൂമിന്റെ ഉള്ളില് ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യൻസ്, കുഞ്ഞുങ്ങളെ നോക്കുന്ന പീഡിയാട്രീഷ്യൻസ്, then staff nurses ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സപ്പോർട്ടഡ് സ്റ്റാഫ് ആർ നീഡഡ്. ഇത്രയും പേര് നമുക്കറിയാം ലേബർ റൂമിന്റെ ഉള്ളിൽ ഡോക്ടറുണ്ടാകും, സ്റ്റാഫുകളൊക്കെ ഉണ്ടാകും. The services given at newborn care facilities consist of ഇങ്ങനെയൊക്കെയാണ്, എന്തെല്ലാം കെയർ ആണ് നമ്മുടെ ന്യൂബോണിന് കൊടുക്കുന്നതെന്ന്. കെയർ അറ്റ് ബർത്ത് അല്ലെ, ജനന സമയത്തുള്ള കെയറിങ് കൊടുക്കുക, കുഞ്ഞിനെ ജനിക്കുന്ന ആ ഒരു ടൈമിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. ന്യൂ ബോൺ എന്നാണ് കേട്ടോ, ഹോൾ എന്നാണ് കിടക്കുന്നത് ടെക്സ്റ്റില് ഹോൾ എന്നാണോ? ഓക്കെ, ന്യൂ ബോൺ എന്നാണ് കേട്ടോ, ന്യൂ ബോൺ ബേബി അല്ലേ, ന്യൂ ബോൺ. ബി ആക്കാം കേട്ടോ അത്. ഓക്കെ, ബിന്നാക്കാം, ഒന്ന് ചെറുതായിട്ടൊന്ന് ബി ആക്കി കൊടുക്കാം. ഓക്കെ, ബേസിക് കെയർ അടിസ്ഥാന പരിചരണവും അതുപോലെ തന്നെ ഇപ്പൊ സിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ എന്താണെന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പൊ അടിസ്ഥാന പരിചരണം കുഞ്ഞിന് നൽകുക. നെക്സ്റ്റ് പോയിന്റ് റെസിസ്റ്റേഷൻ. എന്ത് റെസിസ്റ്റേഷൻ എന്ന് വെച്ചാൽ പുനരുജ്ജീവനം ഇല്ലേ? അതായത് ഇപ്പൊ കുഞ്ഞ് ജനിച്ച സമയത്ത് ചിലപ്പോൾ ജനന സമയത്ത് കുഞ്ഞിന് പെട്ടെന്ന് അനങ്ങാതെ വരിക, അങ്ങനെ ബുദ്ധിമുട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ചിലപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് അനക്കമൊന്നുമില്ല അല്ലേ? അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഡോക്ടർ ഒന്ന് പുറത്തൊക്കെ തട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടറുടെ ആ ഒരു ശരിക്കും ഒരു ദൈവതുല്യമായിട്ടുള്ള ഒരു നിമിഷമാണെന്ന് പറയും അല്ലേ? ഡോക്ടർ ഒന്ന് കുഞ്ഞിനെ തട്ട് ചെയ്തൊക്കെ വരുമ്പോ കുഞ്ഞ് പെട്ടെന്ന് കരയാനൊക്കെ തുടങ്ങും. കുഞ്ഞിനെ ജീവിപ്പിക്കുന്നതാണ് കുഞ്ഞിനെ. കരയാനൊക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ ഡോക്ടർ അവർക്ക് അതിനുള്ള മാക്സിമം അവരെ പ്രൊട്ടക്ട് ചെയ്യും കുഞ്ഞിനെ അല്ലേ? ഒരു പുനരുജ്ജീവനം കിട്ടുന്നതാണ്. ഇതാണ് റെസിസ്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പുനരുജ്ജീവനം. ഓക്കെ, അറിയില്ലാത്തവര് മലയാളത്തിലൊന്ന് എഴുതി വെക്കുക കേട്ടോ, പുനരുജ്ജീവനം. ഓക്കെ, ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്. എന്താ ഡിസ്പ്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്. ടെമ്പറേച്ചർ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, ടെമ്പറേച്ചർ മോണിറ്റർ, ടെമ്പറേച്ചർ, ഹാർട്ട് ബീറ്റ്. ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസിന്റെ ബ്രാക്കറ്റിൽ എഴുതി വെക്കുക, മോണിറ്ററിങ്, ടെമ്പറേച്ചർ, ഹാർട്ട് ബീറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഇത് വായിക്കുമ്പോൾ ഡൗട്ട് വരും, അവിടെ എന്താണ് പറഞ്ഞത് ക്ലിയർ ആവില്ല. ഓക്കെ, എഴുതി വെച്ചോ? മോണിറ്ററിങ്, മോണിറ്റർ, ടെമ്പറേച്ചർ ആൻഡ് ഹാർട്ട് ബീറ്റ്. ഓക്കെ, then immunization service. Immunization എന്ന് വെച്ചാൽ എന്താണ്? പ്രതിരോധ സേവനങ്ങൾക്ക് കൊടുക്കാണ് കുഞ്ഞിനെ. കുത്തിവയ്പ്പുകളൊക്കെ പോലെ ചിലപ്പോൾ ആ ഒരു ജനന സമയത്ത് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കാണുകയാണെങ്കിൽ അതുപോലെ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ കുഞ്ഞിനെ കൊടുക്കുക. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി. ചെക്ക് ചെയ്യാവുന്ന കുഞ്ഞ് ജനിച്ച ഉടനെ എന്തെങ്കിലും ജനന വൈകല്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ജന്മനാനുള്ള വൈകല്യങ്ങളൊക്കെ കുഞ്ഞിനുണ്ടോ, അവയവങ്ങളെല്ലാം ഓക്കെയാണോ, എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. നമ്മളെ കുഞ്ഞിനെ ജനിച്ചു കഴിയുമ്പോൾ ഇതേപോലെ കുഞ്ഞിനെ കേൾവി ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ടൊക്കെ ഡോക്ടേഴ്സ് അപ്പൊ തന്നെ കൊണ്ടുപോകും ഇല്ലേ? കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കെങ്കിൽ അറിയാൻ പറ്റും ഇല്ലേ? കൊണ്ടുപോകാറില്ലേ, നോക്കാറില്ലേ? കുഞ്ഞിന് കേൾവി ഉണ്ടോ, കാഴ്ചശക്തി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ആ ഒരു എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞ ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും കുഞ്ഞിനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി സ്പെഷ്യൽ ഡോക്ടറൊക്കെ വന്നിട്ടാകും ദെൻ എങ്ങനെ റെഗുലാരിറ്റി എന്തെങ്കിലും ഉണ്ടോ, വൈകല്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. അതുപോലെ തന്നെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യും. അതായത് ഇപ്പൊ ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഫീഡ് ചെയ്യാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസമൊക്കെ
നഴ്സസ് വന്നിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും അല്ലെ, അതിനുള്ള കുഞ്ഞിനെ എങ്ങനെയാ ഫീഡ് ചെയ്യിപ്പിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരും. ഓരോ പൊസിഷനും കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യിപ്പിക്കാൻ എങ്ങനെയാണ് ഫീഡ് ചെയ്യിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ വന്നിട്ട് നഴ്സസിന്റെ ഹെൽപ്പ് അസിസ്റ്റ് ചെയ്യുമ്പോൾ. Then look into of high risk newborn. ഇനി എന്തെങ്കിലും റിസ്കുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കും, ചെക്ക് ചെയ്യും. കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, ചില കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കരച്ചിലും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്നൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. റെഫറൻസ് സർവീസസ് എക്സെട്ര. റെഫറൻസ് സർവീസ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ മേ ബി അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിൽ അതിനുള്ള ട്രീറ്റ്മെന്റിനുള്ള എന്താ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ റെഫർ ചെയ്യും. അപ്പോൾ റെഫർ ചെയ്യാനായിട്ടുള്ള ആംബുലൻസോ സജ്ജീകരണങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. മറ്റു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യും. ചിലപ്പോൾ അവിടെ പീഡിയാട്രിക്കിന് അത്ര എന്താ പറയാ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയിരിക്കില്ല. അപ്പോൾ അതിന്റെ ഡെവലപ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി മൾട്ടി ഡെവലപ്ഡ് പീഡിയാട്രിക് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ റെഫർ ചെയ്യും. റെഫർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ? ന്യൂ ബോൺ ബേബി ഓക്കെ അല്ലേ? ചെറിയ പോയിന്റ്സുകളല്ലേ, ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ആണോ? സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു ബേസിക് ആദ്യം ഒരു പരിചരണം കൊടുക്കാണ്. കുഞ്ഞിനെ നമ്മൾ സ്റ്റേബിൾ ആക്കാന്ന് പറയില്ലേ, അസുഖങ്ങളൊന്നും വരാതെ നമ്മൾ സ്റ്റേബിൾ ആക്കി വെക്കാം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ന്യൂ ബോൺ കെയർ. മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, റെസിസ്റ്റേഷൻ, പുനരുജ്ജീവനം. ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. കുഞ്ഞിനെ മറ്റു ഹോസ്പിറ്റലിലുണ്ട്, മേ ബി എന്തെങ്കിലും ബുദ്ധിമുട്ട് കുഞ്ഞിന് ഉണ്ടാവുകയാണെങ്കിൽ ഓൾറെഡി കുഞ്ഞ് അഡ്മിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യങ്ങളില്ല എങ്കിൽ നമ്മള് മറ്റു ഹോസ്പിറ്റലിലോട്ട് കുഞ്ഞിന് റെഫർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിനുള്ള ആംബുലൻസ് സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാണ്. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ന്യൂ ബോൺ കെയർ. ഓട്ടിംഗ് എന്ന് പറഞ്ഞറിയാലോ, ഓപ്പറേഷൻ തിയേറ്റർ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് സെക്ഷൻ വരുന്നതേ ന്യൂ ബോൺ കെയറിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ഞാൻ ഇത്ര ക്ലാസ്സിൽ അറിയാലോ. ദെൻ എക്യുപ്മെന്റ്സിന്റെ പിക്ചർ കൂടി ഒന്ന് കാണിക്കാനുണ്ടേ. അപ്പൊ എടുത്തത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? നമ്മൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ ആണോ എല്ലാവരും? കുഴപ്പമൊന്നുമില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? സ്പീഡ് ഓക്കെ ആണോ? സ്പീഡൊക്കെ ഓക്കെ ആണ് എല്ലാവർക്കും? എന്റെ ഒരു സ്പീഡിലോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞു അല്ലേ? നോർമൽ സ്പീഡ് ഇങ്ങനെ തന്നെയാണ് മിസ്റ്റേ. ഓക്കെ, അപ്പൊ ഇനി എവിടെയെങ്കിലും മനസ്സിലാവാത്തതോ സ്പീഡ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, ദെൻ നമ്മള് എക്യുപ്മെന്റ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു.
പിക്ചർ കാണുന്നുണ്ട് എല്ലാവരും സ്ക്രീനില്? ഓക്കെ, ഇതാണ് ഇൻഫന്റ് റേഡിയൽ വാർമർ. ഓർക്കണ്ടോ? നമ്മൾ പറഞ്ഞ കുഞ്ഞിന് ചൂട് കിട്ടാൻ വേണ്ടി നമ്മൾ റേഡിയൽ വാർമറിലാണ് ഒരു ഗ്ലാസ് പോലത്തെ പോർഷൻ കണ്ടോ. ഇവിടെയാണ് നമ്മൾ കുഞ്ഞിനെ എടുക്കുന്നത് റേഡിയൽ വാർമർ. ഹോസ്പിറ്റലിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ടാകുന്നുള്ള റേഡിയൽ വാർമർ. ഇതിന്റെ ശരീര താപനില കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ച് പേര് ഇനി കാണാത്തവരുണ്ടെന്ന് പറഞ്ഞല്ലോ, ടീച്ചറോട് പിക്ചർ എടുത്തിട്ടതേ. അപ്പൊ കുഞ്ഞിന് ശരീര താപനില നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയൽ വാർമർ കുഞ്ഞിനെ എടുക്കുന്നത്. 1-2 ദിവസമൊക്കെ ചിലപ്പോൾ പ്രീമേച്ചർ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ദിവസം NICU ഉണ്ടാകും. ഓക്കെ, ദെൻ പ്രീമേച്ചർ ബേബി ഒക്കെ ആണെങ്കിൽ കുഞ്ഞിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ റേഡിയൽ വാർമറിലേക്ക് കിടക്കും. ഓക്കെ, ദെൻ ഇതാണ് ഫോയിറ്റൽ ഡോപ്ലർ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ഡോപ്ലർ, അതായത് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നത് ഡോപ്ലർ കണ്ടോ. ഇതും പരിചിതം ഉണ്ടാകും അല്ലെ, കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും. അപ്പൊ ഇതിലെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കൃത്യമായിട്ട് ഡിജിറ്റലൈസ് ചെയ്ത് രേഖപ്പെടുത്തും. ഓക്കെ, ക്ലിയർ ആണോ ഡോപ്ലർ? എന്താണ് ഫോയിറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്? ഇതിലാണ് കുറച്ച് പേർക്ക് ഡൗട്ട് വന്നത് അല്ലെ. കാർഡിയോഗ്രാഫില്ല കണ്ടോ, ഇത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് തന്നെയാണ് കാണിക്കുന്നത്, പക്ഷെ അത് ഗ്രാഫ് രൂപേണയും കൂടി നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നു കണ്ടോ. ഈ ഗ്രാഫ് രൂപേണയാണ് റിസൾട്ട് വരുന്നത്. ഇതൊരു പ്രിന്റ് ഔട്ട് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ തന്നെയാ പ്രിന്റ് ഔട്ട് ആയിട്ട് നമുക്ക് ആ ഗ്രാഫ് കിട്ടുന്നു കണ്ടോ. ഇവിടെ ഡിജിറ്റൽ ആയിട്ട് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കാണിച്ചിട്ടുണ്ടാകും. അതിന്റെ ഗ്രാഫ് രൂപേണയും ഹാർട്ട് ബീറ്റിന്റെ എങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് എന്നുള്ളത് ഗ്രാഫ് രൂപേണ നമുക്ക് ലഭിക്കുന്നു. ക്ലിയർ ആണോ? ഫോയിറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ് അതായിരുന്നു കുറച്ച് പേർക്ക് ഡൗട്ട് പറഞ്ഞിരുന്നത് അല്ലെ. ഓക്കെ, അതിന്റെ നെയിം എന്താണെന്നോ? നെയിം എന്തായിരുന്നു? ഫോയിറ്റൽ ടോക്കോ കാർഡിയോഗ്രാഫ്. ഗ്രാഫ് രൂപേണ കണ്ടോ, താഴെ കണ്ടോ ഗ്രാഫ് രൂപേണയാണ് നമുക്ക് ഡിജിറ്റലൈസ്ഡ് ആയിട്ടും ഹാർട്ട് ബീറ്റ് കാണിക്കുന്നുണ്ട്, ദെൻ ഗ്രാഫ് രൂപേണയും കാണിക്കുന്നു. ഇത് ടോക്കർ ഡിജിറ്റൽ ആയിട്ട് ഹൃദയമിടിപ്പ് മാത്രം കാണിക്കുന്നുള്ളൂ. മറ്റുള്ള കാർഡിയോഗ്രാഫ് ആകുമ്പോൾ ഗ്രാഫ് രൂപേണയും കൂടി വരുന്നു. ദെൻ റേഡിയൽ വാർമർ കുഞ്ഞിന് ഇതിനുള്ളിൽ കിടത്തിക്കൊണ്ടാണ് കുഞ്ഞിന് ചൂട് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? പിക്ചർ കൂടി കണ്ടപ്പോ കുറച്ചും കൂടി ഐഡിയ കിട്ടിയ എല്ലാവർക്കും? ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് ഇന്ന് തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കാം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ് നോക്കിയാണോ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ക്ലാസ്സുകളും? ഓക്കെ, സ്പീഡൊക്കെ കൂടിയാണെങ്കിൽ ഒന്ന് പറയാം. ഫോളോ കുഴപ്പമൊന്നുമില്ലല്ലോ, ചെറിയ ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരിക്കും. ലേബർ റൂം കഴിഞ്ഞിട്ട് ചെയ്യാം. മേ ബി ഒരു ക്ലാസ് കൂടി നമുക്ക് ഇനി ലേബർ റൂമിന് വേണ്ടി വരും. ഓക്കെ, അപ്പൊ അതാത് ദിവസങ്ങളിൽ എടുക്കുന്നത് ഓരോ ടീച്ചേഴ്സ് എടുക്കുന്നത് മാക്സിമം അന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഒരുപാട് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ഓരോരുത്തർക്ക് പല സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാം. എങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ മാക്സിമം പഠിക്കുക. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ മോക്ക് ടെസ്റ്റില് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചേഴ്സിനോട് അത് ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, okay, thank you all. ഹലോ, കേൾക്കുന്നുണ്ടോ?
ജോയിൻ ഇപ്പോ നമ്മുടെ സാർമാർ അല്ലാത്ത ഗ്രൂപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സാറ് അല്ല, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാരും ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അതല്ലാണ്ട് പിള്ളേരുടെ മാത്രം ഗ്രൂപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിള്ളേരും മാത്രം ഉണ്ടല്ലോ. ആഡ് ആയിട്ടില്ലല്ലോ, കുറെ പേര് ആഡ് ആയിട്ടില്ല. അതെ, മെസ്സേജ് അയച്ചു തരാമോ? നമ്പർ അയച്ചു തരാൻ പറ. ഗേൾസ് എഴുതിയിട്ട് ഒരു ഗ്രൂപ്പ് ഇല്ലേ? ഏതാണ്? ഗേൾസ്. ഇല്ല, ഇതിൽ കുറെ പേര് ആഡ് ആയിട്ടില്ല. എന്നെ കുറെ പേര് വിളിച്ചായിരുന്നു. ആഡ് ചെയ്തോന്ന് എനിക്കറിയില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ ഗ്രൂപ്പാണല്ലോ ഇത്. 2 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് ടീച്ചേഴ്സിന്റെ, ഇപ്പത്തെ നമ്മൾ നോക്കില്ലേ, മതി ഡിസംബർ നമ്മുടെ ഗ്രൂപ്പിലും അങ്ങനെ തന്നെയാണല്ലോ. അറിയില്ല, ഹോസ്പിറ്റൽ കൊറേ പേര്. ആരാ അഡ്മിൻ അറിയോ? അഡ്മിൻ പേര് നമ്പർ അയച്ചു തന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഡിസംബർ ബാച്ചിന് ഇട്ടാ മതി, അപ്പൊ എല്ലാവർക്കും അത് അറിയാം. ഓൾറെഡി ഒരു ഗ്രൂപ്പ്, നമ്മുടെ കോഴ്സിന്റെ എല്ലാം വരുന്നത് ഒരു ഗ്രൂപ്പും പിന്നെ നമുക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ്, അങ്ങനെ 2 ഗ്രൂപ്പ് അല്ലേ? 2 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിലൊരു ഗ്രൂപ്പില് ഞങ്ങളുള്ളൂ. അത് ടീച്ചേഴ്സും സാർമാരൊക്കെ ഉള്ള ആ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. വേറെ എനിക്ക് അയച്ചത് നമ്പർ വേണം അയച്ചു തരാം. അതില് മെസ്സേജ് റിക്വസ്റ്റ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അതെ, ആ നമ്പർ അയക്കണോ? ഈ മെസ്സേജ് ലിസ്റ്റില് നമ്പർ ഇപ്പോ, അപ്പൊ എല്ലാരും എടുക്കുമല്ലോ. ഓക്കെ. ശരി. അടുത്ത ക്ലാസ് ഏതാ? സോളി മിസ്സിന്റെ ആണ്. എല്ലാരും പഠിക്കുന്നുണ്ടോ? സമയം പഠിക്കണ്ട്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ എക്സാം ഉണ്ടോ? എന്ത്? ഫസ്റ്റ് മൊഡ്യൂളിന്റെ എക്സാം ഉണ്ടോന്ന് ചോദിച്ചാ. അത് ഇട്ടിട്ടേ ഇല്ലല്ലോ. ഫുള്ള് കവർ ചെയ്തിട്ടായിരിക്കും അല്ലേ എക്സാമിന് ഇടുവാണെങ്കിൽ? ഒരു മൊഡ്യൂൾ കഴിഞ്ഞിട്ട് ഇടായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഒത്തിരി വൈഡായി പോവല്ലേ? നമുക്ക് എല്ലാം കൺഫ്യൂഷൻ ആയില്ലേ? ഇല്ല, 3 മാസത്തിലാണ് എക്സാം. എന്തോ? 3 മാസം. ഇനിയിപ്പോ ഇത് 3 മാസമായില്ലേ നമുക്ക്. ചിലപ്പോ ഇനി മാർച്ച് ലാസ്റ്റ് ആയിട്ട് എക്സാം ഉണ്ടാവും. നമുക്ക് ഡിസംബർ അവസാനല്ലേ തുടങ്ങിയത്? അപ്പൊ 3 മാസം കൂടുമ്പോ ഒരു ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ മോക്ക് ടെസ്റ്റുകളും വരുന്നില്ലേ? മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്, 6 മാസത്തെ ഒരു എക്സാം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം. അതെല്ലാം നമുക്ക് ഗ്രൂപ്പ് ഇല്ലേ, അതിലിട്ട് തരും. നോട്ടിഫിക്കേഷൻ ഒക്കെ മറ്റേ ഹോസ്പിറ്റൽ 13 പറഞ്ഞ ഗ്രൂപ്പാണോ ടീച്ചേഴ്സ് ഒക്കെ ഉള്ളത്? അല്ല, അത് വേറെ ആയിട്ട് നമ്മള് ഇപ്പൊ നമ്മൾ ഇതില് ലിങ്കിൽ കേറുന്നില്ലേ ഇപ്പൊ ഗ്രൂപ്പില്? ആ ഒരു ഗ്രൂപ്പും വേറൊരു ഗ്രൂപ്പും 2 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ 2 ഗ്രൂപ്പിലുള്ളൂ. ഒന്ന് സാർമാരുടെ ഗ്രൂപ്പ്, ഒന്ന് മറ്റേ 13 പറഞ്ഞാണോ? അതെ അല്ലേ?
എന്താണ്? ആ അതെ. അതൊക്കെ 13. അത് നമുക്ക് ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതല്ലേ ആ ഗ്രൂപ്പ്. പക്ഷെ നമുക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുണ്ടല്ലോ. നമുക്ക് മാത്രം ഉണ്ടല്ലോ ഗ്രൂപ്പ്. അതിൽ ഇപ്പൊ ഞങ്ങളൊന്നും ഞാൻ നമ്പറില് റിക്വസ്റ്റ് അയക്കുമ്പോ അവര് ആഡ് ചെയ്യാൻ പറഞ്ഞാ മതി. ഞാൻ ഗ്രൂപ്പിലില്ല, എന്നെ കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാ മതി. ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചപ്പോ ആഡായി. മെയിൻ എക്സാമിന്റെ ഇല്ലേ ഫൈനൽ ആ. എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ അത് എടുത്തിട്ട് ആ ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അതെടുത്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കും. നമുക്ക് മെയിൻ എക്സാമിന് സഹായമാണ്. അപ്പൊ അത് ആ ചെയ്യും. ഓക്കെ ഓക്കെ. അത് ഞാൻ നല്ല കഴിഞ്ഞ കാര്യമാണ്. ബാച്ചിൽ ഉണ്ടായിരുന്നു. എനിക്ക് ക്ലാസ് 6 മാസം ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ബാച്ചിക്ക് മാറിയതാണ്. എന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടെങ്കിൽ അതിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അതെ. അപ്പൊ ആ എന്താ ഗ്രൂപ്പിൽ പോയില്ല? വന്നിട്ടുണ്ട്, പിള്ളേരൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ. എന്നതാ ഗ്രൂപ്പ്? ടീച്ചേഴ്സ് ആരും അറിയണ്ട, നിങ്ങള് ഞാൻ ഇട്ട വഴിക്ക് പ്രിന്റ് എടുത്തിട്ട് പ്രിന്റ് എടുത്ത് വെച്ചോളൂ. നമുക്ക് ഫൈനൽ എക്സാം അത് മാത്രം പഠിച്ചാൽ മതിയല്ലോ, വാരി വലിച്ച് പഠിക്കണ്ടേ. എന്താ അറിയോ, ഞമ്മടെ അടുത്ത് ഒരു ഇത് വാങ്ങാൻ പറഞ്ഞില്ലേ, എന്താണ് എന്തോ മറ്റേ ബുക്ക് ഗൈഡ് ഗൈഡ്. ഗൈഡ് വാങ്ങാൻ പറഞ്ഞു. അത് 500 രൂപ ഇനിയും കൊടുക്കണം അത്രേ. അതില് ഉള്ളത് പോലെയാണ് എക്സാം വരിക പറഞ്ഞു. 500 രൂപ ആവും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാവുമ്പോ കുഴപ്പമില്ലല്ലോ, ഇത് പഠിച്ചാ മതിയല്ലോ. ഇത് ഇട്ടാ മതി ട്ടാ ഗ്രൂപ്പില്. അതിപ്പോ ഇട്ടുന്നല്ല അവരാരെങ്കിലും എന്നെ അറിഞ്ഞ ചീത്ത അതില് പറയും. അറിയൊന്നും വേണ്ട. അതൊന്നും നമ്മളെ ഗ്രൂപ്പില്. വരണമെന്നില്ല, നമുക്ക് മോഡല് കാണാവുന്നതേ ഉള്ളൂ അല്ലെ. അതെ അതെ വരുന്ന മോഡൽ മനസ്സിലാവും, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ വേറെ ഈ ഗ്രൂപ്പിലിട്ട സാറുമാരും ടീച്ചർമാരൊക്കെ കാണാം. എന്താ വെച്ചാൽ അവരൊക്കെ ആഡ് ആണ് അതില്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് അത് വേണ്ട. ഇട്ടാൽ മതി, പിള്ളേരെ എല്ലാവർക്കും നമ്മുടെ കിട്ടുമല്ലോ. ഗ്രൂപ്പിന്റെ പേരെന്താണ്? ഞാൻ ഗേൾസ് എന്നാണ് കണ്ടത്. ഞാൻ ഗേൾസ് എന്നാ സേവ് ഹോസ്പിറ്റൽ ചെയ്തിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ അതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാണല്ലോ എനിക്ക് വന്നത് ഇതിലുള്ള നമ്മുടെ ഗ്രൂപ്പിന്. നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ? നമ്മുടെ ഗ്രൂപ്പില് അത്യാവശ്യം ഉണ്ട്, എല്ലാരും ഉണ്ട്. കുറച്ച് 57 പേരെ ഇല്ല. കൊണ്ടുണ്ടല്ലോ അതിനകത്ത്. അത് നമ്മളൊരു ഹായ് എല്ലാരും കൂടി ഇട്ടാവോ. ഹായ്. പേരാണ് ഹോസ്പിറ്റൽ അതിൽ അങ്ങോട്ടും കൂടെ അഡ്മിനിസ്ട്രേഷൻ. മെസ്സേജ് അയച്ചാലല്ലേ അതില് അങ്ങനെ അതില് ചാറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ അതങ്ങനെ മുന്നിട്ട് പോകുള്ളൂ. അതിൽ അതന്നെ ചാറ്റിംഗ് ഉണ്ട്, അതിൽ എല്ലാരും മെസ്സേജ് അയക്കാറുണ്ട്. ഈ ക്ലാസ് ഞങ്ങൾ കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാറുണ്ട് അതില്. ക്ലാസ്സിൽ കയറാത്തവർക്ക് നോട്ടൊക്കെ അയച്ചു കൊടുക്കണം ഒത്തില്ല. ആ ക്ലാസ്സിലാണ്, ആ ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിലെ നോട്ടൊക്കെ ഒരു അയച്ചു തന്നെ. ഗ്രൂപ്പ്